സരുണേ ജോസ് കൂടി ഇന്റർനാഷണൽ ഡെസ്കിൽ ചെയ്യുന്നു. സരുൺ, ഇപ്പോൾ ഏറ്റവും ഒടുക്കം വിവരം വരുന്നത് 500-ലേറെ പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ഇറാൻ ഒരേ സമയം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇസ്രായേലിലും ആക്രമണം നടത്തുന്നു. അതേസമയം തന്നെ ഇറാനിലേക്കും കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കയും ആക്രമണം കൂടി ഉണ്ടാകുന്നു. ഡെത്ത് കാഷ്വാലിറ്റി കൂടുന്നു, ഡെത്ത് ടോൾ കൂടുന്നു. ഇപ്പോൾ നിലവിലെ ആക്രമണം ഏത് തരത്തിൽ നടക്കുന്നു, ഏതൊക്കെ ഇടങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരങ്ങൾ. സരുൺ, സുഹൈൽ, ശനിയാഴ്ച പുലർച്ചെ തുടങ്ങിയ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടി ഇറാനിൽ ഇപ്പോഴും തുടരുകയാണ്. വലിയ ആൾനാശം വരുത്തിയാണ് ഈ സൈനിക നടപടി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനകം 500-ലേറെ പേരാണ് ഈ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. 555 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇറാനിയൻ റെഡ് ക്രസന്റ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രം ഫാർസ് മേഖലയിൽ ഈ ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു. നേരത്തെ നമ്മൾ കണ്ടതാണ് തുടക്ക ദിവസം മിനാബിലെ സ്കൂളിൽ 150-ലേറെ പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ വലിയ ആൾനാശം വരുത്തിയാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക നടപടി പുരോഗമിക്കുന്നത്. പടിഞ്ഞാറൻ ഭാഗത്താണ് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ഇറാനിൽ തുടരുന്നത്. കിഴക്ക് ഭാഗത്ത് അമേരിക്കയും ആക്രമണം തുടരുകയാണ്. പ്രധാന കേന്ദ്രങ്ങളും പ്രധാന നഗരങ്ങളും അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഇറാനിൽ സൈനിക നടപടി തുടരുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരം അതുപോലെ തന്നെ സൈനിക റഡാർ മേഖലകൾ ഇവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ ആക്രമണം. ഈ സിവിലിയൻ മേഖലയിൽ എത്ര ആൾനാശമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഈ സൈനിക നടപടി 4 ആഴ്ചയോളം തുടരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിലെ ഈ യാഥാസ്ഥിതിക വിഭാഗം കടുത്ത നിലപാടുള്ളവർ ഈ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ഇറാനിലെ പുതിയ നേതൃത്വം താനുമായി ബന്ധപ്പെട്ടു എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഇറാനിലെ ഈ കടുത്ത യാഥാസ്ഥിതികവാദികൾ ഇത് പൂർണ്ണമായും തള്ളുകയാണ്. യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല, അങ്ങനെ ഒരു ചർച്ച നടത്താൻ ഉദ്ദേശവുമില്ല എന്നാണ് ഇപ്പോൾ ഇറാനിലെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയും ഇനിയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചോദിക്കേണ്ട, ഇപ്പോൾ ഈ ഇസ്രായേലും അമേരിക്കയും കരുതിയതിനേക്കാളൊക്കെ ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലാണോ ഇറാന്റെ തിരിച്ചടി? അവർ തുടക്കത്തിൽ 40ഓളം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം അല്ലെങ്കിൽ പറയുന്ന ഉന്നത നേതൃനിലയടക്കം ഇല്ലാതാക്കുന്നു. അതിനപ്പുറത്തേക്ക് മിസൈൽ ലോഞ്ചിങ് പാഡുകൾ ഇല്ലാതാക്കുന്നു. ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണം കുറവ് വരുത്തുന്നു, സൈനിക ശേഷിയിൽ കുറവുണ്ടാക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇറാന്റെ തിരിച്ചടി നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല. ഇറാന് കാര്യമായ കോട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. സർവ്വസജ്ജമായി തിരിച്ചടിക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാൻ ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലാണോ നിലവിൽ ഇറാന്റെ തിരിച്ചടികൾ? സുഹൈൽ, ഇറാന്റെ കൈവശം വളരെ വിശാലമായ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻ ശേഖരമാണ് ഉള്ളത്. ഈ മിസൈലുകൾ എവിടെയെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു, ഏതൊക്കെ മേഖലകളിൽ ഒളിപ്പിച്ചിരിക്കുന്നു എന്നതെല്ലാം അവ്യക്തമാണ്. കാരണം ബങ്കറുകളിനകത്തും മൊബൈൽ ലോഞ്ചറുകളിനകത്തും പർവ്വതം തുരന്നുള്ള ഈ ഗുഹകൾക്കകത്തുമൊക്കെ ഈ ഇറാൻ വൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഏതൊക്കെ മേഖലകളിലാണ് ഇറാൻ വിന്യസിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കാടിനുള്ളിലും അതുപോലെ തന്നെ പർവ്വതങ്ങളുടെ താഴ്വരയിൽ അത് തുരന്നിട്ടുള്ള ഗുഹകളിലും മറ്റും ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോണുകളും മറ്റും ഇത്തരത്തിൽ വിപുലമായ ശേഖരമാണ് ഇറാനുള്ളത്. ഈ മേഖലകൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രഥമ ദൗത്യം. അത് സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് എന്നുള്ള തന്ത്രമാണ് ഇതിനുവേണ്ടി ഈ ഇരു രാജ്യങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇസ്രായേലും കിഴക്ക് ഭാഗത്ത് അമേരിക്കയും അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ കൈവശം അത്രത്തോളം വിപുലമായ മിസൈൽ ശേഖരമുണ്ട്. അതിനാൽ തന്നെയും ഈ ഇറാന്റെ തിരിച്ചടിക്ക് ഇറാൻ ഈ 40ഓളം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടെങ്കിൽ പോലും ഇറാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തിരിച്ചടി നടത്തുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. കാരണം ഈ ഇസ്രായേലിലെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ബെയ്ത്ത് ഷെമാമിൽ ഇറാൻ വൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് നടത്തിയത്. 10 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിനാൽ തന്നെയും ഇത്രയും ലോങ് റേഞ്ചിൽ പോകുന്ന മിസൈൽ ശേഖരം ഇപ്പോഴും ഇറാന് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂടാതെ ഇന്ന് കുവൈറ്റിലും അതുപോലെ തന്നെ UAE-യിലും അടക്കം ഈ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ഇപ്പോഴും അവരുടെ ഈ മിസൈൽ ശേഖരം ഇപ്പോഴും കൈവശമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിനാൽ തന്നെയും ഈ സൈനിക നടപടി ഇനിയും ദിവസങ്ങളോളം നീണ്ടേക്കാം. അതിനുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.